ഇന്ന് നമുക്ക് കോവക്ക വെച്ചിട്ടൊരു തോരൻ തയ്യാറാക്കാം കേട്ടോ. ഹൈ ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. ഇതിൽ കോവക്ക എന്നാണ് ഞങ്ങൾ പറയുക, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. കോവക്ക നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കോവക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഉള്ളി, 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കാം ആദ്യം. രണ്ട് വേപ്പിൻ്റെ ഇലകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ആദ്യം എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ആദ്യം ആഡ് ചെയ്യുക. അത് പൊട്ടി വരുമ്പോൾ പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഉഴുന്നൊന്ന് മൂത്ത് വരണം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഒരു ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മരിഞ്ഞ് വെച്ച സവോള, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് തോരൻ ആവശ്യമായ ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് സവോളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. സവോളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അതിനായിട്ട് നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ട് മസാലയുടെ റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച കോവക്ക ആഡ് ചെയ്യാം. കോവയ്ക്ക് മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ കോവക്ക വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സുർക്ക ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. ഞാനൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് സുർക്ക ആഡ് ചെയ്യണത്. ഇതിന് പകരം തക്കാളി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. കോവക്കൊക്കെ അത്യാവശ്യം വേവുണ്ട് കേട്ടോ. നന്നായി വെന്തെങ്കിലേ അത് തിന്നാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കോവക്ക വെന്താ നോക്കുക. അപ്പോൾ വെന്തിട്ടില്ല, കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കോവക്ക തോരൻ റെഡിയായാൽ നോക്കാം. കോവക്കൊക്കെ അത്യാവശ്യം വെന്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കോവക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.